ഹായ് ഓൾ. നമുക്കിന്ന് വളരെ കുറച്ച് ടോപ്പിക്സ് കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. അതായത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളത് AR ഉണ്ട്, അതേപോലെ തന്നെ MA. AR MA എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്, അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത് ജസ്റ്റ് നമ്മൾ കുറച്ച്, അതായത് മൾട്ടി കൊളൈനറിറ്റി, അതുപോലെ തന്നെ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി, ഓട്ടോ കൊറിലേഷൻ, ഡമ്മി വേരിയബിൾ മുതലായിട്ടുള്ള വളരെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത്. സോ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ടോപ്പിക് AR ആണ്. AR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം ഓട്ടോ റിഗ്രസീവ് മോഡൽ എന്നാണ്. ARന്റെ ഫുൾ ഫോം ഓട്ടോ റിഗ്രസീവ് മോഡൽ ആണ്. അത് ബേസിക്കലി ഒരു ലാഗ്ഡ് കോൺസെപ്റ്റ് ആണ്. ലാഗ്ഡ് കോൺസെപ്റ്റ്, അതായത് സർട്ടൻ വേരിയബിൾസ് ഉണ്ടാവൂലേ, ഈ സർട്ടൻ വേരിയബിൾസ് എന്ന് പറയുന്നതിന് ഒരു ടൈം പീരീഡ് ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടാവും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ GDP കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറൽ പ്രൈസ് ഓഫ് എ പെർട്ടിക്കുലർ കമോഡിറ്റിയെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വർഷത്തിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു വർഷത്തില് 2025 ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ, ഒരു പെർട്ടിക്കുലർ അഗ്രികൾച്ചറൽ കമോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 2024 ഗവേൺ ചെയ്തിട്ടായിരിക്കും. 2024 ഒരു പെർട്ടിക്കുലർ അഗ്രികൾച്ചർ കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2025 എന്ത് ചെയ്യാം, അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അതായത് 2024 സപ്പോസ് ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ 2025 എന്ത് ചെയ്യില്ല, അതിന്റെ പ്രൊഡക്ഷൻ ഓഗ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് 2024 തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് കമോഡിറ്റീസ് മാർക്കറ്റിൽ കെട്ടി നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, 2024 ഒരുപാട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത കമോഡിറ്റി ബാക്കിയുള്ളത് കൊണ്ട് 2025 അത് പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ അവിടെ എന്തുണ്ട്, ഒരു ലാഗ്ഡ് കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ലാഗ്ഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അവിടെ അതയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടൈം പീരീഡിന്റെ പ്രൊഡക്ഷൻ പ്രീവിയസ് ടൈം പീരീഡിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, ലാഗ്ഡ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. അതായത് ഒരു ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇത് ഗവേൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന്റെ അത്തയറൻസ് വെച്ചോ, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിന്റെ ഫാക്ടർ വെച്ചിട്ടോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് അതിനെ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത്, അതിനെ ബേസിക് ആയിട്ട് നമ്മൾ വിളിക്കുന്ന മോഡലാണ് AR മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബേസിക്കലി ഇതിന് നമ്മൾ ഡൈനാമെട്രിക് അല്ലെങ്കിൽ ഡൈനാമിക് എക്കണോമെട്രിക് മോഡൽ എന്നും വിളിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു ടൈം പീരീഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ടൈം പീരീഡ് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഗവേണിംഗ് ഫാക്ടർ വെച്ച് അറ്റ് പ്രസന്റ് എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ജനറലി ഫോർകാസ്റ്റിംഗ് പർപ്പസസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് മുൻകൂട്ടി അറിയണം ഹൗ ദിസ് ഹാപ്പൻസ് അല്ലെങ്കിൽ ഹൗ ദിസ് ബിഹേവ് എന്നുള്ളതിനെ കുറിച്ച് മുൻകൂട്ടി ഒരു അപ്ലിക്കേഷൻ എന്തുണ്ടായിരിക്കണം, നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മള് പ്രീവിയസ് ഇയറിൽ എങ്ങനെയായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ടെൻഡൻസി ഉണ്ടായിരുന്നത്, പ്രീവിയസ് ഇയറിൽ ഇത്രത്തോളം നല്ല ടെൻഡൻസി ആയിരുന്നു, അതോ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നോ എന്നറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂച്ചറിൽ പ്രൊസീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വേരിയബിളിനെയും പ്രീവിയസ് പീരീഡിലുള്ള അനാലിസിസ് വെച്ചിട്ട് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലാണ് AR അല്ലെങ്കിൽ ഓട്ടോ റിഗ്രസീവ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ബേസിക്കലി നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്, y(t-1) is equal to alpha 1 by t-1 minus alpha plus mu t, I mean ut എന്നും പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി നമ്മൾ 2020 അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആക്കും. അതായത് ഇങ്ങനെ, അതായത് 2025 ഈ T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ടൈം പീരീഡിനെയാണ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. ലെറ്റ് ദിസ് ബി കോട്ടൺ പ്രൊഡക്ഷൻ ഓർ സംതിങ്.
അപ്പം 2025 കോട്ടന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2024 കോട്ടന്റെ പ്രൊഡക്ഷനെ ഗവേൺ ചെയ്തിട്ടാണ്. അത് എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ഈ ആൽഫ 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്കണോമെട്രിക് മോഡൽ ആകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിത്തിൻ, അതായത് ഒരു ഫ്രെയിം വർക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വിത്തിൻ ദ ഫ്രെയിം വർക്ക് വരുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരുപാട് തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഗവേൺ ചെയ്യാനായിട്ടുള്ള സാധ്യതകള് അവിടെ ജനറലി വരുന്നുണ്ട്. അപ്പം ഈ ഫാക്ടേഴ്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഫാക്ടേഴ്സിനെ നമ്മൾ ഗവേൺ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അതെന്ത് ക്രിയേറ്റ് ചെയ്യും? പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പാസ്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ കൃത്യമായിട്ട് പ്രസന്റ് നോളേജ്, പാസ്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസന്റ് നോളേജിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെയാണ് ഓട്ടോ റിഗ്രസീവ് മോഡൽ എന്നുള്ളത് കൊണ്ട് വിളിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് an autoregressive model? Which of the following best describes an autoregressive model? Option A model where the dependent variable is regressed on its past value. Option B, a model that uses moving averages of past errors. Option C, a model that combines both autoregressive and moving average components. And option D, a model used exclusively for non-stationary data. സോ എന്തായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ വരിക? നമ്മൾ പറഞ്ഞു AR മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി പാസ്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിച്ച്, അതായത് പ്രസന്റ് ആയിട്ടുള്ള ഫാക്ടറിനല്ല നമ്മൾ അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. പാസ്റ്റിൽ എങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ വരുന്നത്, നോർമൽ ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണോ, അങ്ങനെയാണെങ്കിൽ ആ പാസ്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് പ്രസന്റിലുള്ള ഇൻഫർമേഷനിലേക്ക് ടാബുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് വിളിക്കുന്നത്? AR മോഡൽ എന്നുള്ളതായിട്ട് വിളിക്കുന്നത്. സോ ഇവിടെ എന്തായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ മോഡൽ എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ സ്റ്റേഷനറി ഡാറ്റ? നോ. a model that contains both autoregressive and moving average? നോ. അതിനെ നമ്മൾ വിളിക്കുന്നത് അർമ മോഡൽ അല്ലെങ്കിൽ അറീമ മോഡൽ എന്നൊക്കെയാണ് നമ്മൾ ബേസിക്കലി അതിനെ ടാബുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതല്ല. മോഡൽ ദാറ്റ് യൂസസ് മൂവിംഗ് ആവറേജ് ഓഫ് പാസ്റ്റ് എറർ? നോ. ഇവിടെ എന്താ? മോഡൽ വേർ ദ ഡിപെൻഡന്റ് വേരിയബിൾ ഇസ് റിഗ്രസ്ഡ് ഓൺ ഇറ്റ്സ് പാസ്റ്റ് വാല്യൂ, അല്ലെ? അതായത് പാസ്റ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അതായത് മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ AR മോഡൽ ആയിട്ട് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ ആണല്ലോ? എല്ലാരും കമന്റ് ചെയ്യണം ക്ലിയർ ആണോ എന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് MA മോഡലാണ്. MA മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ മൂവിംഗ് ആവറേജ് മോഡൽ. MA മോഡൽ ഇസ് കോൾഡ് ആസ് ദ മൂവിംഗ് ആവറേജ് മോഡൽ ആണ്. ആൻഡ് മൂവിംഗ് ആവറേജ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു കറണ്ട് ടെൻഡൻസി അല്ലെങ്കിൽ കറണ്ട് ഇററും പാസ്റ്റ് ഇററും നമ്മൾ ഉപയോഗിക്കുന്നതാണ് MA മോഡലിൽ. ഓർക്കുക, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ട്രെൻഡ് മാത്രമാണ്. AR മോഡലില് ട്രെൻഡ് എങ്ങനെയാണെന്നേ നമ്മൾ നോക്കുന്നുള്ളൂ.
പ്രീവിയസ്ലി പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്, ഇപ്പൊ എങ്ങനെയാ പ്രൊഡക്ടിവിറ്റി, അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ മാത്രമാണ് എവിടെ നമ്മൾ അറ്റയർ ചെയ്യുന്നത്, AR മോഡലില് അറ്റയർ ചെയ്യുന്നത്. പക്ഷെ MA മോഡൽ സംതിങ് ഡിഫറെന്റ്. MA മോഡലിലേക്ക് നമ്മൾ വരുമ്പോ കറണ്ട് ഇററും പാസ്റ്റ് ഇററും നമ്മൾ എടുക്കും. വാട്ട് ഈസ് ഇറർ? നമ്മളുടെ സ്റ്റഡീനെ പുറമേ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് കാണും. ലെറ്റ് ഇറ്റ് ബി എക്സ് ഓർ വൈ, ഒരുപാട് തരത്തിലുള്ള ഫാക്ടേഴ്സ് കാണും. അപ്പൊ ആ ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കുക, ആ ഫാക്ടേഴ്സിന്റെ പോസ്റ്റുലേഷൻസിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് അനലൈസ് ചെയ്യാനും ടാബുലേറ്റ് ചെയ്യാനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഇറർ ടേമുകൾ എന്ന് പറയുന്നത്. വളരെ കൺക്ലൂസീവ് ആയിട്ട് വളരെയധികം ഡെലിവേർഡ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മള് ഇപ്പം, അതായത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക, കോട്ടന്റെ പ്രൊഡക്ഷൻ നടത്തുകയാണ്. അപ്പൊ കോട്ടന്റെ പ്രൊഡക്ഷൻ 2025 നമ്മൾ നടത്തുന്ന സമയത്ത് 2024 കോട്ടന്റെ പ്രൊഡക്ഷൻ കുറയാനായിട്ട് പല കാരണങ്ങളും ഉണ്ടായേക്കാം. 2024 കോട്ടന്റെ പ്രൊഡക്ഷൻ കുറയാനായിട്ട് പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്, MA മോഡലില് 2025 കോട്ടന്റെ പ്രൊഡക്ഷൻ കുറയാൻ വാട്ട് വാസ് ദ റീസൺ എന്നാണ് നമ്മൾ നോക്കുന്നത്. വലിയ ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണോ എന്ന് നമ്മൾ നോക്കുക. അപ്പൊ 2024 നമുക്കൊരു ബേസ് ലൈൻ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് കോട്ടന്റെ പ്രൊഡക്ഷൻ 2024 കുറയാനായിട്ട് ദീസ് വേർ ദ റീസൺസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി നോക്കുമ്പോ 2025 കോട്ടന്റെ പ്രൊഡക്ഷൻ കുറയാൻ കാരണം ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇറേഴ്സ് കമ്പയർ ചെയ്യാണ്, പ്രശ്നങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് AR മോഡൽ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, പാസ്റ്റ് വാല്യൂവിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറർ ടേംസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് വിളിക്കുന്നത്, മൂവിങ് ആവറേജ് മെത്തേഡ് അല്ലെങ്കിൽ മൂവിങ് ആവറേജ് മോഡൽ എന്നാണ് നമ്മൾ അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് best describes a moving average model? Option A, a model where the dependent variable is regressed on its past value. Option B, a model that uses current and past values of error terms. Option C, a model that combines both AR and MA. Option D, a model used exclusively for non-stationary data. So the right answer is, ഇവിടെ എന്താ വരിക, റൈറ്റ് ആൻസർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് ആൻസർ is a model where the dependent variable is regressed on its past value. No, it is AR. Error term MA. So B is the right answer. So I hope that is clear for all. വ്യക്തമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ ആദ്യം പഠിച്ചത് AR മോഡൽ ആണ്. Then we learned about MA. Any doubts? Doubt ഉണ്ടോ? കമന്റ് ബോക്സിൽ ഇടാം, chat ബോക്സിൽ ഇടാം. Okay. So now we are moving on to integrated stochastic process or integrated process.
സോ ഇത് നമുക്ക് ആക്ച്വലി പറഞ്ഞു തരുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം സീരീസ് ഒരു വേരിയബിളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ബിക്കം സ്റ്റേഷനറി എന്നാണ്. അതായത് നമ്മളിപ്പം GDP എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ടെൻഡൻസിയിലേക്കും പോകുന്നു. അപ്പൊ നമ്മൾ ചില വേരിയബിൾസ് എടുക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ പെർട്ടിക്കുലർ വേരിയബിളിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ വീറ്റ് പ്രൊഡക്ഷന്റെ ഫാക്ടറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് കാലാകാലങ്ങളായി ഒരേ തരത്തിലുള്ള പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മൂവ്മെന്റ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുക. സോ അത് എന്തുകൊണ്ടാണ്? വൈ? നമ്മളൊരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് അറ്റയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള നേച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈക്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഡക്ഷന്റെ ഏരിയയിലേക്ക് അറ്റയർ ചെയ്തിട്ട് ദാറ്റ് വോണ്ട് ഡു എനിത്തിങ്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേഷനാരിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രിൻസിപ്പിൾ ഉണ്ടോ എന്നറിയണം. ഉണ്ടെങ്കിൽ നമുക്ക് ആ വേരിയബിളിൽ വന്ന പ്രശ്നം എന്താണ്? സേ ഫോർ എക്സാമ്പിൾ നമ്മളെ GDPയില് യാതൊരു തരത്തിലുള്ള ചേഞ്ചസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നില്ല. ഒരേ രീതിയിൽ തന്നെയാണ് 2024-ലും 2023-ലും 2022-ലും ഈവൻ 2025 വരെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നാൽ ഒരു രാജ്യം എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുക, മുന്നോട്ട് പോവുക, പ്രോഗ്രസീവ് നേച്ചറിലേക്ക് എത്താനായി സാധിക്കുക? യാതൊരു രീതിയിലും എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിട്ട് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക, സ്ട്രക്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഒരു വേരിയബിൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പുരോഗമനം ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇനി ടൈം സീരീസ് ഡാറ്റയിലേക്ക് നമ്മൾ ഈ സ്റ്റേഷനാരിറ്റി പ്രിൻസിപ്പിളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ടൈം പീരീഡ്സിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് I1 എന്ന് പറയാം, രണ്ടാമത്തേനെ നമ്മൾ I0 എന്ന് പറയാം. ഈ I1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ I0 പറഞ്ഞാൽ 2024, I1 എന്ന് പറഞ്ഞാൽ 2025. അതായത് വി ആർ മേക്കിംഗ് എ കമ്പാരിസൺ. ഈ 2024ന്റെ ഡാറ്റേനെ സപ്പോസ് വി ആർ മേക്കിംഗ് എ കമ്പാരിസൺ വിത്ത് 2025. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഇൻകറൻസ് അല്ലെങ്കിൽ ഒരു സബ്മേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് നേച്ചർ വന്നിട്ടുള്ളത്. സോ അങ്ങനെ പാരലൽ ആയിട്ടുള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് നമ്മൾ ആക്ച്വലി എവിടെ ടാബുലേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ടൈം സീരീസിന്റെ ഏരിയയില് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റീവ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സില് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ജനറലി നമുക്ക് പറയാം ഒരു ID ഫോർമാറ്റ് ആണ് ഉള്ളത്. ഈ D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡിഫറൻസ്. അതായത് ഡിഫറെന്റ് ടൈം പീരീഡ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ 2024 ഉണ്ട്, 2025 ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ട് ടൈം പീരീഡ് അവിടെ ഫങ്ഷൻ ചെയ്ത് വരുന്നുണ്ട്. സോ അങ്ങനെ രണ്ട് ടൈം പീരീഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്? 2024 വളരെ പ്രോഗ്രസീവ് ആയിട്ടാണോ ആ വേരിയബിൾ പോസ്റ്റുലേറ്റ് ചെയ്തത്? 2025 ആ പെർട്ടിക്കുലർ വേരിയബിളിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ കുറവാണോ കാണിച്ചിരിക്കുന്നത്? സോ നമുക്ക് വളരെ വ്യക്തമായി അറിയണം വാട്ട് ഈസ് ഹാപ്പനിങ് എന്നതിനെ കുറിച്ച് അല്ലെ. അതെന്താണെന്ന് നമുക്ക് കൃത്യമായി പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് സീരിയസ് ലെവൽസ് ഓഫ് ഇംപെർഫെക്ഷൻ. സോ AR മോഡൽ ആണെങ്കിലും MA മോഡൽ ആണെങ്കിലും ഇന്റഗ്രേറ്റഡ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് മോഡൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുന്നത് എന്താണ്? എങ്ങനെയാണ് വേരിയബിൾ ബിഹേവ് ചെയ്യുന്നത്? ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും വേരിയബിൾസിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബിഹേവിയറൽ ടെൻഡൻസീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. സോ നമ്മൾ അവിടെ നോക്കുന്നത് എന്താ? എങ്ങനെയാണ് വേരിയബിൾ ബിഹേവ് ചെയ്യുന്നത്? വളരെ പോസിറ്റീവ് ആയിട്ടാണോ വേരിയബിൾ ബിഹേവ് ചെയ്യുന്നത്, അതോ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് AR MA ഇന്റഗ്രേറ്റഡ് മോഡലില് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി എക്കണോമെട്രിക്സിൽ നോക്കാനുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമെട്രിക്സിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്.
എക്കണോമെട്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് എങ്ങനെയാ വരണേ വെച്ചാ, ആദ്യം നമുക്കൊരു എക്കണോമിക് തിയറി ഉണ്ടാവും. ഒരു തിയറി, സാധാരണ രീതിയിലുള്ള ഒരു തിയറി നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ട്. അതായത് നമ്മൾ ഈ തിയറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്. ദെൻ വി ഹാവ് എക്കണോമെട്രിക് മോഡൽസ്. നമ്മൾ ആദ്യം ഒരു എക്കണോമിക് തിയറി ഉണ്ട്. ആ എക്കണോമിക് തിയറിന്റെ മാത്തമാറ്റിക്കൽ വെർഷൻ ഉണ്ട്. ആ മാത്തമാറ്റിക്കൽ വെർഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്കണോമെട്രിക് അപ്ലൈ ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുന്നു. ലോ ഓഫ് ഡിമാൻഡിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക്, അതായത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അറ്റയർ ചെയ്യുന്നു. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മാത്സും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ എക്കണോമിക്സും വെച്ച് ഇതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. അടുത്ത നമ്മൾ ഡാറ്റ എടുക്കുന്നു. ഡാറ്റ പറയുമ്പോൾ റോ ഇൻഫർമേഷൻ ആണ് അല്ലെ? ഡാറ്റ എടുക്കുന്നു. നെക്സ്റ്റ് എസ്റ്റിമേഷൻ, അതായത് നമുക്ക് കിട്ടിയ ഈ മോഡലിനെ നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേഷൻ ചെയ്യണം. അതിന് പല രീതിയിലുള്ള പ്രോസസ്സിലൂടെയും നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മളുടെ റിസർച്ച് മേഖലയിലേക്ക് വരുമ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് നമുക്ക് ബേസിക്കലി അവൈലബിൾ ആണ്. അതിനെയാണ് ജനറലി നമ്മൾ ഈ ഒരു ഹൈപ്പോത്തസിസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന്റെ ബേസിസിൽ വി ഹാവ് ടു ഗോ ഫോർ ഫോർകാസ്റ്റിംഗ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദെൻ വി ഹാവ് ടു ഫോർമുലേറ്റ് സർട്ടൻ പോളിസീസ്. വളരെ ഗവേണിംഗ് ആയിട്ടുള്ള, വളരെ അറ്റയർ ചെയ്യുന്ന പോളിസി ഫ്രെയിംവർക്കിലേക്കും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എക്കണോമിക് തിയറി പോസ്റ്റുലേറ്റ് ചെയ്യണം, മാത്തമാറ്റിക്കൽ മോഡൽ വേണം, എക്കണോമെട്രിക് മോഡൽ വേണം, ഡാറ്റ സിമുലേറ്റ് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം, ഫോർകാസ്റ്റിംഗ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ പലതരത്തിലുള്ള പോളിസി ഫോർമേഷൻസ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് ചെയ്യണം? അറ്റയർ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഡാറ്റയെ പലതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത്തതാണ് ടൈം സീരീസ് ഡാറ്റ, then we have cross sectional data, then we have pooled data, then we have panel, longitudinal അല്ലെങ്കിൽ മൈക്രോ പാനൽ ഡാറ്റ. സോ ഇവിടെ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ടൈം പീരീഡിന്റെ ബേസിസിലാണ് വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഇങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻ വരിക. ഒരു പെർട്ടിക്കുലർ വേരിയബിള് ഡെയിലി എങ്ങനെയാ, വീക്ക്ലി എങ്ങനെയാ, മന്ത്ലി എങ്ങനെയാ, അങ്ങനെ കൺസിഡറേഷൻ വരികയാണെങ്കിൽ അതിനെ ടൈം സീരീസ് അല്ലെങ്കിൽ ടൈം പീരീഡ് അനാലിസിസ് എന്നാണ് ബേസിക്കലി പറയാറുള്ളത്. നെക്സ്റ്റ് കംസ് ക്രോസ് സെക്ഷണൽ. ക്രോസ് സെക്ഷണൽ ഡാറ്റയിലേക്ക് വരുമ്പോൾ ഒരു സെയിം പോയിന്റ്, അതായത് പോയിന്റ് ഓഫ് ടൈമില് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്ന? ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് ഡിഫറെന്റ് വേരിയബിൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് ഡിഫറെന്റ് വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ GDP എങ്ങനെയാണ്, പോപ്പുലേഷൻ എങ്ങനെയാണ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് പല കാര്യങ്ങള് 2024 അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർലി ഇന്ന ഡേറ്റില് നമ്മൾ എന്ത് ചെയ്യാണ്? പല കമ്പോണൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ സംഭവിച്ച പല കാര്യങ്ങളെ കുറിച്ചും ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസിനെ കുറിച്ചും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൂൾഡ് ഡാറ്റ. പൂൾഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം സീരീസും അതേപോലെ തന്നെ ക്രോസ് സെക്ഷനും രണ്ടും കൂടെ ടൈം സീരീസും അതേപോലെ തന്നെ ക്രോസ് സെക്ഷനും രണ്ടും കൂടെ കൂടുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് വിളിക്കുന്നത്? പൂൾഡ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ടൈം സീരീസും ക്രോസ് സെക്ഷണൽ ഡാറ്റയും രണ്ടും കൂടെ കൂടുന്നത്. പാനൽ ലോങ്കിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ മൈക്രോ പാനൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ സെൻസസ് ആണ് വരുന്നത്. നമുക്കറിയാം സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ വ്യക്തികളെ തന്നെ ഒരു ഗ്യാപ്പ് വെച്ച് അല്ലെങ്കിൽ ഒരു കൺസേൺ വെച്ചിട്ട് വി ആർ ഗോയിങ് ഫോർ ദ ഇവാലുവേഷൻ. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ പാനൽ ലോങ്കിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ മൈക്രോ പാനൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേരിയബിൾസിനെ പല രീതിയിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് വി ഹാവ് ദ റേഷ്യോ സ്കെയിൽ, then we have the interval scale, then we have the ordinal scale, and then we have the nominal scale. So what is ratio scale എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ രണ്ട് വേരിയബിൾസ് ഉണ്ട്, A and B വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ A:B എന്നൊക്കെ പറഞ്ഞ ഒരു റേഷ്യോന്റെ ബേസിസിലാണ് അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിനെ സപ്പോസ് നമ്മൾ റേഷ്യോയുടെ ബേസിസിലാണ്
പോസ്റ്റുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇന്റർവൽ സ്കെയിൽ. സപ്പോസ് നമ്മൾ എ ടു ബി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയാണ്, അല്ലെങ്കിൽ 1994 മുതൽ 1995 വരെ എന്ന് പറഞ്ഞ ഒരു ഇന്റർവെലിന്റെ ബേസിസിൽ സപ്പോസ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. നൗ കംസ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് വി ആർ ഗോയിങ് ഫോർ ദ അപ്പാരൻസ് ദാറ്റ് ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, അങ്ങനെ നമ്മൾ ഒരു റാങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് വിചാരിക്കുക. ആദ്യം എനിക്ക് ഇഷ്ടം പൊറാട്ടയാണ്, എനിക്ക് ഇഷ്ടം പിന്നെ ബിരിയാണിയാണ്, പിന്നെ ഇഷ്ടം ചപ്പാത്തിയാണ്. അങ്ങനെ നമ്മൾ ഒരു റാങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോമിനൽ വേരിയബിൾസ് അല്ലെങ്കിൽ നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നെയിംസിനാണ് സപ്പോസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ജെൻഡറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് മെയിൽ, ഫീമെയിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമിനൽ സ്കെയിൽ. സോ റേഷ്യോ ഇമ്പോർട്ടൻസ് കൊടുത്താൽ റേഷ്യോ സ്കെയിൽ, ഒരു ഇന്റർവൽ ബേസിസ് വരുന്ന സമയത്ത് ഇന്റർവൽ സ്കെയിൽ ആണ്, ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഓർഡിനൽ സ്കെയിൽ ആണ്, നെയിംസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് നോമിനൽ സ്കെയിൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിവിടെ ബേസിക്കലി ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രഡിക്ഷൻ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ റിലേഷൻഷിപ്പ് ടാബുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇൻകറൻസ് വെച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി നോക്കാനുള്ളത് റിഗ്രഷൻ ഫാക്ടർ ആണ്. റിഗ്രഷൻ ഫാക്ടറിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് റിഗ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഇസ് R is equal to root of bxy into byx. അതായത് x എന്ന് പറയുന്ന വേരിയബിളും y എന്ന് പറയുന്ന വേരിയബിളും how they are associated with each other, are they highly correlated with each other എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് കോയിഫിഷ്യന്റ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് വളരെയധികം കമ്പ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് ഓതറൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: ദ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ലൈൻസ് ആർ given as y is equal to 10 plus 0.4x, x is equal to minus 4 plus 1.6y. Find coefficient of correlation between x and y. x ഉം y ഉം തമ്മിലുള്ള coefficient of correlation എങ്ങനെയാണെന്നാണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്. So you are given option A 0.64, option B 0.40, option C 0.20 and option D 0.80. So വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളിവിടെ ഇതും ഉണ്ട്, നമുക്ക് ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ഫോർ 0.4 into 1.6 ആണ്. സോ റൂട്ട് നമ്മൾ ഇട്ടു 16 ഇട്ടു, അപ്പൊ നമുക്ക് 64, അപ്പൊ 0.64 ഇട്ടു. 0.64 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 0.8 ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് യുവർ റൈറ്റ് ആൻസർ. സോ ഇതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇവിടെ വാല്യൂസിനെ നമ്മൾ ബേസിക്കലി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പാറ്റേൺ ഓഫ് അസോസിയേഷൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളൊന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യമാണ്. Okay, the estimated regression equation of a firm producing scooter tires is logarithm of y minus 3.56 plus 0.31 logarithm of x1 minus 0.05, logarithm of x2 is equal to
logarithm of x2 plus 0.53 logarithm of x3 plus 0.37 logarithm of x4. Adjusted R2 equals 0.89. Adjusted R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിളിന്റെ മുകളിൽ എത്ര ഇൻഫ്ലുവൻസ് ആണ്, എത്ര ശതമാനമാണ് ഇൻഫ്ലുവൻസ് എന്ന് പോസ്റ്റുലേറ്റ് ചെയ്യാനാണ് R2 ഉപയോഗിക്കുന്നത്. അഡ്ജസ്റ്റഡ് R2 എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് എങ്ങനെയാണ്, അതായത് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ പൂർണ്ണമായും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ആവശ്യമുണ്ടോ? ചിലപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ മോഡൽ എന്താകും, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വേണ്ട ആവശ്യമുണ്ടോ, അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് അഡ്ജസ്റ്റഡ് R2ൽ എന്ത് ചെയ്യുന്നത്, നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് assuming that all the estimated parameters are statistically significant from 0, the firm has option A constant return to scale, option B decreasing returns to scale, option C increasing returns to scale, and option D neutral returns to scale. So ഇത് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസിയാണ്. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കുറച്ച് ടെൻഷൻ ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. The estimated regression equation of a firm producing scooter tires നമുക്ക് തന്നിട്ടുണ്ട്. ലോഗരിതം ഓഫ് y നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കോൺസ്റ്റന്റ് റിട്ടേൺ ആണോ അല്ലേ എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്തെഴുതാം. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത്, നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് x1, x2, x3, x4 ആണ്, വേരിയബിൾസിന്റെ വാല്യൂസ് ആണ്. സോ x1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന 0.31 പ്ലസ് x2 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇവിടെ -0.5 ആണ്, 0.05. അത് അങ്ങനെ തന്നെ മൈനസ് സൈനോട് കൂടി എഴുതുക. അടുത്തത് ഇത്, അപ്പൊ പ്ലസ് 0.53, അടുത്തത് പ്ലസ് 0.37. സോ 0.31 minus 0.05 plus 0.53 plus 0.37. So when you solve this, you will get the answer 1.16. അപ്പൊ നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും, അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ അതിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ന്യൂട്രൽ ആണെങ്കിൽ 0 ആയിരിക്കും വാല്യൂസ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ബേസിക്കലി 1.16 ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലെ, ഒന്നിനേക്കാളും കൂടുതലാ. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇറ്റ് ഇസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. നമ്മളിവിടെ ജനറലി അറ്റയർ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, അവിടെ എങ്ങനെയാണ് അതിന്റെ കമ്പോണന്റ് വരുന്നത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ പ്രപ്പോർഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കമ്പോണന്റിന്റെ ഫീച്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഗൈഡ് ലൈൻസ് ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ഫോർ ഓൾ? ഇത് ചെയ്തത് എല്ലാവർക്കും വ്യക്തമാണോ എന്ന് പറയുക. ക്ലിയർ? Clear for all? Clear for all? Okay. ഇനി നമുക്ക് നോക്കാനുള്ളത് മൾട്ടി കൊളൈനറിറ്റി ആണ്. മൾട്ടി കൊളൈനറിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി പുട്ട് ഫോർവേഡ് ചെയ്തത് റാഗ്നർ ഫ്രിഷ് ആണ്. ആൻഡ് മൾട്ടി കൊളൈനറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന
രണ്ടോ അതിലധികമോ predictors നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടോ അതിലധികമോ predictors suppose they are related with each other എന്ന് വിചാരിക്കാം. suppose they are related with each other. അപ്പോഴാണ് മൾട്ടി കൊളൈനറിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ വരുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മള് ഒരു വ്യക്തിയെ കുറിച്ച് ഹാരിയെ കുറിച്ച് പഠിക്കുകയാണ്. ഈ ഹാരിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഹാരിയുടെ ഹൈറ്റ് ആസ് വെൽ ആസ് ഹാരിയുടെ വെയിറ്റ് ആർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ബട്ട് നമ്മൾ ജസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നു ഡസന്റ് മീൻ എനിത്തിങ്. നേരെ മറിച്ച് നമ്മളിവിടെ ബേസിക്കലി പറയാണ് ഹാരിയുടെ ഹൈറ്റ് ഹാരിയുടെ വെയിറ്റ് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ they are related with each other. കാരണം ഹരി എന്ന് പറയുന്ന ഒരു മെയിൻ കമ്പോണന്റ് അവിടെ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു മെയിൻ കമ്പോണന്റ് അവിടെ വരുന്നത് കൊണ്ട് ഹരിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഹരിയുടെ വെയിറ്റ് റിലേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഹൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയുന്നതാണ് ബേസിക്കലി predictors. നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയാണ് നമ്മൾ ജനറലി ഈ predictors എന്ന് പറയുന്നത്. സപ്പോസ് ഈ വേരിയബിൾസ് എല്ലാം തന്നെ പരസ്പരം റിലേറ്റഡ് ആയിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ there comes the problem of multi collinearity. അതായത് നമ്മൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കുന്നു. എല്ലാം തന്നെ ഒരേ റിലേഷൻ ഫോർമാറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സ്റ്റഡി ബേസ്ലെസ് ആ. കാരണം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് എന്താ? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എല്ലാം തന്നെ പുതിയതായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് തരണം. സേ ഫോർ എക്സാമ്പിൾ y is a function of x1 x2 x3 എന്ന് എഴുതിയാൽ x1 ഉം y ഉം തമ്മിലുള്ള റിലേഷൻ ഒരു രീതിയിലായിരിക്കണം, x2 ഉം y ഉം തമ്മിലുള്ള റിലേഷൻ വേറൊരു പാറ്റേണിലായിരിക്കണം, x3 ഉം y ഉം തമ്മിലുള്ള റിലേഷൻ വേറൊരു പാറ്റേണിലായിരിക്കണം. x1 ഉം y ഉം തമ്മിലുള്ള റിലേഷനും x2 ഉം x3 ഉം എല്ലാം ഒരേ രീതിയിലുള്ള പാറ്റേൺ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മളെ സ്റ്റഡി എന്തായി? ബേസ്ലെസ് ആയി. നമ്മൾ അങ്ങനെ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള കാര്യവും അവിടെ വരുന്നില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക, റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നതും എന്താകും? ഇറ്റ് ബിക്കംസ് റിയലി ഹെക്ടിക്. അപ്പൊ നമുക്ക് ഇവിടെ മൾട്ടി കൊളൈനറിറ്റി നമ്മളുടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എക്കണോമെട്രിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന മോഡലാണ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. അപ്പൊ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൽ തന്നെ അവർ പ്രസ്താവിക്കുന്നത് എന്താണ്? മൾട്ടി കൊളൈനറിറ്റി പാടില്ല. അങ്ങനെ സപ്പോസ് മൾട്ടി കൊളൈനറിറ്റി വരികയാണെങ്കിൽ അത് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. സോ മൾട്ടി കൊളൈനറിറ്റിന്റെ ഇഷ്യൂനെ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ ഇതിന്റെ റീസൺസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വേരിയബിൾസ് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ ഒരേ തരത്തിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യെസ് അതെ, see, quantity demanded is a function of price of related goods, income, taste എന്ന് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതായത് നമ്മളിപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ ഒരു പാറ്റേണിലായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഇനി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ വരുമ്പോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്, കോംപ്ലിമെന്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെ വേറൊരു റിലേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻകവും തമ്മിലുള്ള പാറ്റേൺ വരുന്ന സമയത്ത് അവിടെ വേറൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇവിടെയുള്ള ഓരോ വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും ഓരോ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ y as a function of x1 x2
x3 എന്ന് പറയുന്ന സമയത്ത് x1, x2, x3 എല്ലാം ഒരേ തരത്തിലുള്ള വേരിയബിൾസ് ആണ് പ്രോസസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ x1, x2, x3 പറയുന്നത് എല്ലാം ഒരേ നേച്ചറാ. ദാറ്റ് മീൻസ് x1 is related to x2, x2 is related to x3 ആണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ട്? മൾട്ടി കൊളൈനറിറ്റി വന്നു കഴിഞ്ഞു. അതായത് x1ഉം x2ഉം തമ്മിൽ ഒരേ നേച്ചർ ആണ്, x2ഉം x3ഉം തമ്മിൽ ഒരേ നേച്ചർ ആണ്. സോ അങ്ങനെ ഒരു സ്റ്റഡിയിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. സോ ഇവിടെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ x1 y1ആയിട്ട് ഒരു റിലേഷൻ, അതായത് ഇവിടെ പ്രൈസും ഡിമാൻഡും തമ്മിലൊരു റിലേഷൻ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സും ഡിമാൻഡും തമ്മിലൊരു റിലേഷൻ, ഇൻകവും ഡിമാൻഡും തമ്മിലൊരു റിലേഷൻ, അങ്ങനെ പല പല റിലേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിൾസും പരസ്പരം അസോസിയേറ്റഡ് ആയി കിടക്കുവാണെങ്കിൽ there comes the problem of multi-collinearity. Am I clear? ഇനി അപ്പൊ ഇതിന്റെ റീസൺസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ റീസൺസിന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് എക്കണോമിക് വേരിയബിൾസിന്റെ ടെൻഡൻസീസ് ആണ്. അതായത് ചില വേരിയബിൾസിന്റെ കേസസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ വേരിയബിൾസ് നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും മാറൂല. ആ വേരിയബിളിന് ചില ടെൻഡൻസി ഉണ്ട്, അത് ഇന്ന പാറ്റേണിൽ തന്നെ പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്തെല്ലാം സ്ട്രാറ്റജി ഉപയോഗിക്കണോ അല്ലെങ്കിൽ എന്തെല്ലാം ടെൻഡൻസി ഉപയോഗിച്ചാലും ആ ഒരു എക്കണോമിക് വേരിയബിളിൽ എന്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഇല്ല? ടെൻഡൻസി ഫോർ ചേഞ്ച് എന്ന് പറയുന്നത് സംഭവിക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ ആ വേരിയബിൾസ് എല്ലാം ഒരേപോലെ നമ്മുടെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. രണ്ടാമത്തെ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ certain ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എന്ന് പറയുന്നത് യു കോൾ ഇറ്റ് ആസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് എല്ലാം തന്നെ ഒരേ നേച്ചർ കാണിക്കുന്നു. അത് നമ്മൾ ചെയ്തിട്ടല്ല. ഇപ്പൊ നമുക്ക് പലതരത്തിൽ പ്രൈസ് ഓഫ് ഗുഡ് ഉണ്ട്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ഗുഡും പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സും ഇൻകം ടേസ്റ്റും എല്ലാം ഒരേ നേച്ചർ കാണിക്കുമ്പോൾ നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് സംഭവിച്ചു പോയതാണ്. വാട്ട് വി ക്യാൻ ഡു? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ജസ്റ്റ് ഒക്കേർഡ്. അപ്പൊ അതും എന്താകാം? മൾട്ടി കൊളൈനറിറ്റിക്ക് ഒരു കാരണമാകാം. അടുത്തത് ഫോൾസ് ആയിട്ടുള്ള മോഡൽ സ്പെസിഫിക്കേഷൻ. അതായത് എക്കണോമെട്രിക്സില് നമ്മൾ കൃത്യമായിട്ട് മോഡൽസ് നമ്മൾ എഴുതുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ടല്ലോ, y is equal to എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഇക്വേഷൻ സപ്പോസ് മിസ്റ്റേക്ക് ഫോമിൽ ആയി പോയാൽ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല അതിന്റെ ആ ഒരു ഔട്ട്കം വന്നതെങ്കിൽ that would create serious levels of problems. കാരണം നമുക്ക് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഔട്ട്കം ആണ് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ ഫോർമേറ്റ് ചെയ്യുന്നില്ല. അതിലെന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? പ്രാക്ടിക്കൽ ആയിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അടുത്തത് ഓവർ ഡിറ്റർമൈൻഡ് മോഡൽ. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു, അതായത് കുറച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് മതി നമുക്ക് നമ്മളുടെ മോഡലിനെ സ്പെസിഫൈ ചെയ്യാൻ. പക്ഷെ നമ്മൾ വെറുതെ എന്ത് ചെയ്തു? കുറെ നമ്മളുടെ മോഡൽ ഒന്നുകൂടെ സ്ട്രക്ചറൈസ് ചെയ്യാൻ, അതേപോലെ നമ്മുടെ മോഡൽ ഒന്നുകൂടെ നല്ല രീതിയിലാണ് റെപ്രസെന്റേഷൻ വന്നിരിക്കുന്നത് എന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉപയോഗിച്ചു. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മതി. അതിലും കൂടുതലായിട്ടുള്ള റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും എന്തിനുള്ള സാധ്യതയുണ്ട്? പ്രോബ്ലംസ് കോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ വളരെ വ്യക്തമായിട്ടുള്ള നമ്മൾ ഓരോ എക്കണോമെട്രിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മോഡൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പോഴും വളരെ വ്യക്തമായിട്ട് കമ്പ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. മൾട്ടി കൊളൈനറിറ്റിക്ക് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ വരുന്നതാണ് ഹൈ ആർ സ്ക്വയർ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് മൾട്ടി കൊളൈനറിറ്റി നോക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഫ്രിഷ് കൺഫ്ലുവൻസ് അനാലിസിസ് അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അതേപോലെ ബഞ്ച് മാപ്പ് അനാലിസിസ് അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അടുത്തത് ഫറാർ ഗ്ലോബാർ ടെസ്റ്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി മൾട്ടി കൊളൈനറിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാ പ്രത്യേകിച്ച് അതായത് ഒരു പ്രയർ ഇൻഫർമേഷനിലേക്ക് നമ്മൾ പോകരുത്. പ്രയറി ഇൻഫർമേഷൻ നമ്മൾ മുമ്പേ കൂട്ടി തന്നെ റെപ്രസെന്റ് ചെയ്യുക. വേരിയബിൾസിന് എല്ലാം തന്നെ ഇങ്ങനെ ഒരു ടെൻഡൻസി ആണ് ഉള്ളത്. ദാറ്റ് വാസ് നോട്ട് ഇൻ എ ബയസ്ഡ് സിറ്റുവേഷൻ. നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ലല്ലോ. സോ ഇറ്റ് വാസ് നോട്ട് ഇൻ എ ബയസ്ഡ് സിറ്റുവേഷൻ, ജസ്റ്റ് ഹാപ്പൻ. അടുത്തത് ജസ്റ്റ് കമ്പൈൻ ക്രോസ് സെക്ഷണൽ ആൻഡ് ടൈം സീരീസ് ഡാറ്റ. ക്രോസ് സെക്ഷണൽ ഡാറ്റേനെയും ടൈം സീരീസ് ഡാറ്റേനെയും എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഒന്ന്
കമ്പൈൻ ചെയ്യുക. അടുത്തത് ഇൻക്രീസ് സൈസ് ഓഫ് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കറിയാം അവിടെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്റ്റഡിയിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് ജസ്റ്റ് ഡ്രോപ്പ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്. നമുക്ക് പലപ്പോഴും നമ്മുടെ സ്റ്റഡിയിലേക്ക് പോകുന്ന സമയത്ത് റിപ്പീറ്റിംഗ് വേരിയബിൾസ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള റെപ്പിറ്റേറ്റീവ് ആയി വരുന്ന വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. സോ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടി കൊളൈനറിറ്റി എന്ന് പറയുന്ന ഫാക്ടറിനെ ഒന്നുകൂടെ പെർഫെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് ഹെറ്ററോസ്കെഡാസിറ്റിയും ഓട്ടോ കോറിലേഷനും ആണുള്ള ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് എന്താണ്? ഇവിടെ ഓട്ടോ റിഗ്രസീവ് നമ്മൾ പറഞ്ഞു അല്ലെ. ഓട്ടോ റിഗ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോ റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഒരു ലാഗ്ഡ് കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഡൈനാമിക് ആയിട്ടുള്ള എക്കണോമെട്രിക് മോഡൽസിനാണ് ഓട്ടോ റിഗ്രസീവ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർകാസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ എന്താണ്? നമ്മളൊരു ടൈം പീരീഡ് ബേസിസ് ആണ് അവിടെ ബേസിക്കലി വരുന്നത് അല്ലെ. AR മോഡൽ എന്ന് പറയുമ്പോൾ പാസ്റ്റ് വാല്യൂവിനാണ് റെപ്രസെന്റ് കൊടുക്കുന്നത്. MA എന്ന് പറഞ്ഞാൽ മൂവിങ് ആവറേജ് മെത്തേഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പാസ്റ്റ് പ്രസന്റ് ഇററുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്റഗ്രേറ്റഡ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് ആവുമ്പോൾ ഡിഫറൻസ് അല്ലെങ്കിൽ ടൈം പീരീഡിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എക്കണോമെട്രിക്സിന്റെ സ്റ്റെപ്സ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തു. എക്കണോമിക് തിയറി, മാത്തമാറ്റിക്കൽ മോഡൽ, എക്കണോമെട്രിക് മോഡൽ, ഡാറ്റ എസ്റ്റിമേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പോളിസി. ഡാറ്റയുടെ ഏരിയയിലേക്ക് പോകുമ്പോൾ 4 ടൈപ്സ്: ടൈം, ക്രോസ്, പൂൾ, പാനൽ ഓർ ലോങ്ങിറ്റ്യൂഡിനൽ ഓർ മൈക്രോ പാനൽ ഡാറ്റ. വേരിയബിൾസിന്റെ ഏരിയയിലേക്ക് കടക്കുമ്പോൾ റേഷ്യോ, ഇന്റർവൽ, ഓർഡിനൽ ആൻഡ് നോമിനൽ ആണ്. റിഗ്രഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ R is equal to root of byx into bxy ആണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻസും നമ്മൾ ഇവിടെ ചെയ്തു. മൾട്ടി കൊളൈനറിറ്റി പറയുന്നത് റാഗ്നർ ഫ്രിഷ് ആണ് കൊണ്ടുവന്നത്. രണ്ടോ അതിലധികമോ predictors, how they are related with each other, how they are correlated with each other എന്നുള്ളത് നമ്മൾ നോക്കുന്നതാണ് മൾട്ടി കൊളൈനറിറ്റി വരുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഒരിക്കലും അസോസിയേറ്റഡ് ആവരുത്. ഒരേ കാര്യങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വെറുതെ നമ്മൾ മോഡൽ അല്ലെങ്കിൽ നമ്മളുടെ എക്കണോമെട്രിക് അസംഷൻസ് അല്ലെങ്കിൽ എക്കണോമെട്രിക് തിയറി പ്ലെയിൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള വേരിയബിൾസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് പ്ലെയിൻലെസ്. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടി ഒരു അത്തറൻസിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെ റീസൺസ് നമ്മൾ പറഞ്ഞു: എക്കണോമിക് വേരിയബിൾ ടെൻഡൻസി, എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്, ഫാൾസ് മോഡൽ സ്പെസിഫിക്കേഷൻ, or determine models പറഞ്ഞു. ടെസ്റ്റ് എന്തൊക്കെയാ വെച്ചാൽ ഹൈ ആർ സ്ക്വയർ, ഫിഷ് കൺഫറൻസ് അനാലിസിസ്, ബഞ്ച് മാപ്പ് അനാലിസിസ്, Farrar Global ടെസ്റ്റ് ഉള്ളത്. റെമീഡിയൽ മെഷേഴ്സ്, പ്രയർ ഇൻഫർമേഷൻ, കമ്പൈൻ ക്രോസ് സെക്ഷണൽ ടൈം സീരീസ് ഡാറ്റ, ജസ്റ്റ് ഇൻക്രീസ് ദ സൈസ് ഓഫ് സാമ്പിൾ, ദെൻ ഡ്രോപ്പ് റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് വേരിയബിൾസ്. ഇത്രയുമാണ് നമ്മൾ ബേസിക്കലി എവിടെ എന്ത് ചെയ്യേണ്ടത്? മൾട്ടി കൊളൈനറിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അറ്റയർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവർ സ്റ്റഡി ബിക്കംസ് പെർഫെക്റ്റ്. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും അത് അപ് ടു സം എക്സ്റ്റെന്റ് വരെ